ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചു തരാം. ഹായ്, നമ്മൾ ഈ കാണുന്ന ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് ആദ്യം വേണ്ടത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യണം. ഞാൻ ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മോയ്സ്ചറൈസർ. ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നത്തെ സൺസ്ക്രീൻ, ഈ ഒരു സൺസ്ക്രീനും കൂടെ ഞാൻ ഇട്ടിട്ട് ഫേസ് നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മേക്കപ്പ് തുടങ്ങുന്നത്. അതിന് മുമ്പ് ഞാൻ ഈ ഒരു പ്രൈമറും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. സ്കിൻ പ്രപ്പിന്റെ ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. അതായത് മോയ്സ്ചറൈസർ, ലിപ് ബാം, സൺക്രീം, ഈ ഒരു പ്രൈമർ, ഈ ഒരു ഫേസ് ആണ് എൻ്റെ. ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഫേസ് ആണ് എൻ്റെ. ഇനി നമുക്ക് ഡയറക്റ്റ് മേക്കപ്പിലേക്ക് പോവാം. അതിന് ഫസ്റ്റ് വേണ്ടത് ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐഷാഡോ പാലറ്റ് എല്ലാവർക്കും ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് മേക്കപ്പ് ചെയ്യാം. കണ്ടാ, ഇതെല്ലാം ഫുള്ള് പോയി, അതായത് ഫുൾ യൂസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പൊ നമുക്ക് വേഗം കളർ കറക്റ്റ് ചെയ്യാം. അപ്പൊ കളർ കറക്റ്റ് ചെയ്യാൻ ഞാൻ എടുക്കുന്നത് ഈ ഒരു ഷെയ്ഡാണ്. നമുക്ക് എവിടെയൊക്കെയാണ് ഡാർക്ക് ആയിട്ട് തോന്നുന്നത് അവിടെയൊക്കെ കളർ കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ പിഗ്മെന്റേഷൻ ഉള്ളിടയ്ക്കൊക്കെ നമ്മൾ കളർ കറക്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. അപ്പം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഡയറക്റ്റ് ആയിട്ട് ഇടാൻ പോകുന്നതാണ് കൺസീലർ. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ ഫേസിനെ ഒന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മിററിൽ ഞാൻ ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇനി ബ്ലെൻഡ് ചെയ്യാം. നമുക്ക് വേണ്ടെടുക്ക മാത്രം ഇട്ട് കൊടുത്താൽ മതി കൺസീലർ. ഫുൾ ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ഒന്നും വേണ്ട. നമുക്ക് എവിടെയൊക്കെയാണ് പിഗ്മെന്റേഷൻ തോന്നുന്നത് അവിടെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ നെക്കിലും ഫേസിലൊക്കെ കൺസീലർ ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മൾ സെറ്റാക്കി, നമ്മൾ ഫേസ് സെറ്റാക്കി. ഇത്രയും മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ എന്ത് ചെയ്യാം, അത് ഇട്ട് കൊടുത്ത സ്ഥലത്തെല്ലാം പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. കുറച്ചേ വേണ്ടൂ. അപ്പൊ കൺസീലർ ചെയ്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് പൗഡർ ഇങ്ങനെ വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ഐബ്രോയിലേക്ക് പോവാം. ഐബ്രോ എഴുതുന്നതിന് മുന്നേ ഐബ്രോ ഒന്ന് കോംബ് ചെയ്യാം. ഐബ്രോ എഴുതാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രഷും ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഐബ്രോ എഴുതുന്നത്. ഞാൻ മിറർ നോക്കി എഴുതാവേ, തെറ്റുമില്ലെങ്കിൽ. കണ്ടോ നമ്മൾ ഐബ്രോന്റെ ഒരു ഡിഫറൻസ്. ഇനി ഞാൻ ഇപ്പുറം കൂടി എഴുതട്ടെ. ഇപ്പൊ ഞാൻ ഐബ്രോ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഐഷാഡോ ലുക്ക് ചെയ്യാം. ഈ ഒരു ഗ്ലിറ്റർ ഷെയ്ഡും കൂടെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഐലൈനർ ഇട്ട് കൊടുക്കാം. ഐലൈനറൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഇടാൻ അറിയുന്നതുകൊണ്ട് ഞാൻ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡായിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ലിപ്സ്റ്റിക്ക്, ലിപ് ബാം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ദിസ് ഇസ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. അപ്പൊ നമ്മൾ ലുക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്മലും പൊട്ടൊക്കെ വെച്ചിട്ട് ഈ ഒരു ഡ്രസ്സും കൂടി ഇട്ടിട്ട് വരാം. ഇതാണ് ഡ്രസ്സ്, നമുക്ക് കാണാം. അപ്പൊ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഓർണമെന്റ്സ് ഒക്കെ ഇടാം. അതിന് മുമ്പ് പൊട്ട് വെക്കട്ടെ. ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. ഞാൻ ഫുൾ ആയിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യണം. പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം കേട്ടോ.